രാമസിംഹൻജി, നമ്മൾക്കറിയാം, നമ്മളിത് പുസ്തകങ്ങളിലൂടെയും മറ്റു ചരിത്രങ്ങളിലൂടെയും അതല്ലെങ്കിലും ഇപ്പൊ കാബാ സുരേന്ദ്രൻജി അടക്കമുള്ള അതല്ലെങ്കിൽ പഴയ ചരിത്ര എഴുത്തുകാരായിട്ടുള്ള മാധവൻ നായർ അടക്കമുള്ള ആളുകളൊക്കെ എഴുതി വെച്ച ചരിത്രത്തിലൂടെയാണ് 1921 ആ ഒരു മഹാകലാപം, മുസ്ലിം ഭീകരതയുടെ ആ ഒരു നേർക്കാഴ്ച നമ്മളൊക്കെ അറിഞ്ഞത്. അതിനെ ദൃശ്യവൽക്കരിച്ചത് അങ്ങയുടെ ആ പരിമിതികളിൽ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അങ്ങ് അത് ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ആഴത്തിൽ പഠിച്ചൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് തന്നെ എങ്ങനെയാണ് ഇപ്പൊ കാബാജി പറഞ്ഞു ലോകത്താകമാനം ഈ കലാപം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത്. ഒരു വിഭാഗമാണ് എല്ലാ ലോകത്ത് നടക്കുന്ന കലാപത്തിന്റെയും ഒരു ഭാഗത്ത് നിൽക്കുന്നത്. മറ്റു വിഭാഗങ്ങൾക്ക് മാത്രമേ മാറ്റമുള്ളൂ. അതാത് രാജ്യങ്ങളിലുള്ള ഭൂരിപക്ഷം ആരാണോ അവരുമായിട്ടാണ് ഈ ഒരു പ്രത്യേക വിഭാഗം ഇങ്ങനെ കലാപം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് അങ്ങയുടെ ആ ഒരു കാഴ്ചപ്പാട്? ഓഗസ്റ്റ് 20 എന്ന് പറയുന്ന ഈ ദിവസം എങ്ങനെയാണ് ഓരോ ഹിന്ദുവും അതല്ലെങ്കിൽ ഓരോ ഭാരതീയനും ഓർത്തിരിക്കേണ്ടത്, ഓരോ ലോകത്തുള്ള സമാധാന പ്രിയരും ഓർത്തിരിക്കേണ്ടത്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആഗസ്റ്റ് 20 1921 തുടങ്ങേണ്ടത്. നമ്മൾ തുടങ്ങേണ്ടുന്നത് 6-ാം നൂറ്റാണ്ടിൽ നിന്ന് തുടങ്ങണം. 6-ാം നൂറ്റാണ്ടിൽ നിന്ന് തുടങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിൽ 1921 എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്ന ഒരു ആവർത്തിച്ച് നടക്കുന്ന ഒരു പ്രക്രിയയുടെ ഒരു അധ്യായം എന്ന നിലയ്ക്ക് എടുക്കണം. ഇപ്പൊ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാന് പുസ്തകത്തിൽ നിന്ന് പഠിച്ചതിന് ശേഷമാണ് നമ്മള് നിലമ്പൂർ ഭാഗത്ത്, താങ്കൾക്ക് ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണല്ലോ, നിലമ്പൂർ ഭാഗത്ത് ഓരോ തറവാട്ടിൽ പോയപ്പം അവരുടെ ആ വാതിൽ പടികളിലും വാതിലിലും ഏറ്റ വെട്ടുകൾ ഇന്നുണ്ട്. 103 വർഷത്തിന് ഇപ്പോഴും അതിങ്ങനെ സജീവമായിട്ട് നിൽക്കുകയാണ്. ആ വെട്ടുകളൊന്നും മാഞ്ഞു പോയിട്ടില്ല. ആ വെട്ടുകളൊക്കെ അവിടെയുണ്ട്. അവിടുത്തെ ഓരോ കിണറിലും രക്തത്തിന്റെ ഗന്ധം ഇപ്പോഴും ഉണ്ട്. അതേപോലെ ഞാൻ പോയ ഒരു മുറിയില്, ആ മുറിയില് 3 പേരെ വെട്ടിക്കൊന്ന ഒരു മുറിയാണ്. ആ 3 പേരെ വെട്ടിക്കുന്ന മുറിയിൽ ഇന്നും രക്തത്തിന്റെ ഒരു ഗന്ധമുണ്ട്. അവിടെ മനുഷ്യൻ താമസിച്ചിട്ടില്ല. അവിടുത്തെ ഇടവഴികളില് അതേപോലെ തന്നെ ഈ ഒരുപക്ഷെ നമ്മൾ പുസ്തകത്തിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഈ സിനിമ അനൗൺസ് ചെയ്തപ്പോ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ കുടുംബക്കാര് എന്നെ വിളിച്ചിട്ട് അവരുടെ അപ്പുപ്പന്മാർക്കുണ്ടായ അനുഭവങ്ങൾ പറഞ്ഞു. അതൊന്നും രേഖപ്പെടുത്താത്തതുകൊണ്ട് നമുക്കത് റെഫർ ചെയ്യാൻ പറ്റില്ല. ആ രീതിയിൽ നമ്മൾ പോയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കാണുമ്പോഴും ഈ 21 വെട്ടും 16-ാം നൂറ്റാണ്ടിലെ വെട്ടും ഒരേ രീതിയിലുള്ളതാണ്. ഇപ്പൊ ലാസ്റ്റ് ഞാന് ബംഗ്ലാദേശിൽ തൂങ്ങിയാടുന്ന 2 ജഡങ്ങൾ കണ്ടു. ബംഗ്ലാദേശിൽ തൂങ്ങിയാടുന്ന ആ 2 ജഡങ്ങള് അതേ സീക്വൻസ് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ട്. 1921 മുക്കത്തേക്ക് പോകുന്ന റോഡുകളുടെ ഇരുവശത്തും മനുഷ്യരെ നഗ്നരാക്കി ഇങ്ങനെ 2 കൈയും കൂട്ടിക്കെട്ടി മരത്തിൽ മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി ജീവനോടെ, ഇത് തിളച്ച വെള്ളത്തിൽ മുക്കി വാളുകൊണ്ട് തൊലി ഉരിച്ച് നല്ല കാന്താരി മുളക് അരച്ച് തേച്ചിട്ട് ജീവനോടെ കെട്ടിത്തൂക്കിയിട്ട്, ഇത് എന്തിനാണ് ഇങ്ങനെ കെട്ടിത്തൂക്കിയിടുന്നതിനാണ്? നിനക്ക് നാളെ ഇതേ അവസ്ഥയാണ്, അതുകൊണ്ട് സൂക്ഷിച്ചോ, ഞങ്ങൾ പറയുന്നത് പോലെ അനുസരിച്ചോ. അപ്പൊ ഈ ജിഹാദ് എന്ന് പറയണം, ലഹളയല്ല, മാപ്പിള ലഹളയല്ല, ജിഹാദ്, പച്ചയായ ജിഹാദ് എന്ന് പറയണം. ജിഹാദ് എങ്ങനെ ചെയ്യണം എന്ന് പഠിപ്പിച്ചത് സാക്ഷാൽ മുഹമ്മദാണ്. ഇടത്തുനിന്ന് വലത്തോട്ടും വലത്തുനിന്ന് ഇടത്തോട്ടും വെട്ടി മാറ്റണം, കൈ 2 വെട്ടി മാറ്റണം, കാല് 2 വെട്ടി മാറ്റണം, എന്നിട്ടോ കിണറ്റിലേക്ക് എടുത്തിടണം. ഞാൻ പറഞ്ഞ മുഹമ്മദിന്റെ കാലഘട്ടത്തിലും ഇതേ പണി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഇസ്ലാമിന് ഒരു ഗ്രന്ഥമുണ്ട്, ആരും കാണാത്ത, നിങ്ങളാരും കാണാത്ത ഒരു ഗ്രന്ഥശാഖയാണത്. വലാഉം ബറാഉം എന്ന് പറയും. വലാഉം ബറാഉം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബൈജുവിന്റെ അടുത്ത്, ഒരു ഹിന്ദുവിന്റെ അടുത്ത് എങ്ങനെ പെരുമാറണം കാഴ്ചയിൽ, അത് കഴിഞ്ഞ് ആവശ്യം വരുമ്പോൾ എങ്ങനെ പെരുമാറണം. 2 ഘട്ടമാണ്. തങ്ങൾക്ക് ശക്തി വരുന്നവരെ എങ്ങനെ പെരുമാറണം, ഏതൊക്കെ സ്നേഹ പ്രകടനങ്ങൾ കാണിക്കണം, കുഴിമന്തി കൊണ്ടുപോയി അയൽവക്കത്ത് കൊടുക്കണം, അത് കഴിഞ്ഞിട്ട് കുഴിയിലേക്ക് എങ്ങനെ വിടണം. 2 ഭാഗവും ഈ ജിഹാദിന്റെ ഭാഗമായിട്ടുണ്ട്. അത് വായിച്ചവർക്കേ അത് മനസ്സിലാവുള്ളൂ. അപ്പൊ ഈ സാധാരണ മുസ്ലിം, ഒരു സുന്നി മുസ്ലിം ഒന്നും ഇതുണ്ടാവില്ല. പക്ഷേ ഇപ്പൊ ഞാൻ പറഞ്ഞ എന്റെ അനുഭവത്തിൽ, ഞാൻ മദ്രസയിൽ പഠിക്കുമ്പോൾ മദ്രസയിലെ ഗ്രന്ഥങ്ങളിൽ ഉസ്താദ്മാര് പഠിപ്പിക്കുന്നതില് നമ്മൾ പറഞ്ഞേ
അമ്പലം കണ്ടാൽ അവിടേക്ക് തുപ്പണം എന്ന് പഠിപ്പിക്കും. എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ തുറന്നു പറയാൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ കാഫിറ്റിങ്ങളെ കൂട്ടുകാരായിട്ട് വെക്കാൻ പാടില്ല, അവർ നമ്മുടെ ശത്രുക്കളാണ്. ക്രിസ്ത്യാനികളോടും അവർ ശത്രുക്കളാണ്, അവരോട് അകലം പാലിക്കണം. ഇത് പഠിപ്പിച്ചിട്ടാണ്. അപ്പൊ നമ്മളൊക്കെ ഈ പള്ളിയിലെ ചിലക്ക് കണ്ടാൽ നമുക്കൊരു പുച്ഛമാണ്, ഈ പൂജാരിമാരെ കണ്ടാൽ പുച്ഛമാണ്, അമ്പലം കണ്ടാൽ തുപ്പും. ഇത് വിഗ്രഹം കണ്ടാൽ നമുക്ക് അവജ്ഞയോട് നോക്കും. ഇതൊക്കെ പഠിച്ചിട്ടാണ് ഓരോ മുസ്ലിം പൗരനും ഈ വളർന്നു വരുന്നത്. അത് 3 വയസ്സ് തുടങ്ങും. 3 വയസ്സ് തുടങ്ങി 15 വയസ്സ് വരെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ, അപ്പൊ ഈ ഗ്രന്ഥത്തിൽ തന്നെയാണ് ഇതിന്റെ അടിസ്ഥാന പ്രശ്നം കിടക്കുന്നത്. ഗ്രന്ഥത്തിൽ പറയുന്നു, ലോകത്ത് അവസാനത്തെ ഹിന്ദുവും അവസാനത്തെ ക്രിസ്ത്യാനിയും അവസാനിച്ചതിന് ശേഷം മാത്രമേ യുദ്ധം നിർത്താവുള്ളൂ. ഇത് അടിസ്ഥാന പ്രമാണമാണ്, ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമാണ്. ബൈജുലാതാവണം, സുരേന്ദ്രജി ഇല്ലാതാവണം. ഈ തലേക്കെട്ടുകാരും എന്റെ അള്ളാഹയും മാത്രമുള്ള ഒരു കാലം എന്ന് വരുമോ അന്നാണ് സമാധാനം. അള്ളാഹിന്റെ രാജ്യം വരണം. ഇത് അടിസ്ഥാന പ്രമാണമാണ്, അതിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. അതിനാണ് ജിഹാദ് എന്ന് പറയുന്നത്. നിങ്ങൾ അവരിനി എത്ര വെള്ളം പൂശിയാലും ശരി, ഇതിന്റെ അടിസ്ഥാനപരമായിട്ട് ഇസ്ലാം നിലനിൽക്കുന്നത് ഈ മറ്റുള്ളവരെല്ലാം ഇല്ലാതായിട്ട്, എന്നിട്ടൊരു ഒരു യുദ്ധം കൂടിയുണ്ട്. അതായത് സുന്നികളും ഷിയാകളും അതിന്റെ ഉപവിഭാഗം യുദ്ധം കഴിഞ്ഞിട്ട് അവസാനം ആരാണോ അവസാനിക്കുന്നത് അതാണ് അള്ളാന്റെ. ഇവിടെ കൊണ്ട് തീരില്ല. ഇപ്പം ഇറാനും മറ്റേ സൗദി അറേബ്യയും ഒരുമിച്ച് പോവില്ല. കാരണം എന്താ, ഷിയയും സുന്നിയാണ്, ഒരുമിച്ച് പോവില്ല. അപ്പൊ ഈ ഒരു ഇല്ലാതാക്കി അവസാനം അള്ളാന്റെ രാജ്യം ഉണ്ടാക്കുക എന്നുള്ള ഒരു നിയമവും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി ഇപ്പൊ പറയുന്നത് ഞങ്ങള് ഭരണഘടന വിശ്വസിക്കുന്ന കോടതിയിൽ പോന്നു. പക്ഷെ അവന്റെ ഉള്ളിൽ ഈ കോടതിയോട് വെറുപ്പാണ്, ആ ത്രിവർണ്ണ പതാകയോട് വെറുപ്പാണ്. അവർക്കൊന്നും അപ്പൊ ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കാൻ ഒരു മുസൽമാന്റെ ഉള്ളിൽ കുറച്ച് പ്രയാസമുണ്ട്. മാതാ കി ജയ് വിളിക്കാൻ പാടില്ല, ഒരു മാതാവിന്റെ കാല് തൊട്ട് വന്ദിക്കാൻ പാടില്ല. എന്നിട്ട് അവർ പ്രസംഗിക്കും, പറയും സ്വർഗം എന്ന് പറയുന്നത് മാതാവിന്റെ കാലിന്റെ അടിയിൽ. മാതാവിന് സ്വർഗമില്ല, അത് വേറെ കാര്യം. സ്ത്രീക്ക് സ്വർഗമില്ല, ഇസ്ലാമിലെ സ്ത്രീക്ക് സ്വർഗമില്ല. അപ്പൊ ഈ സ്വർഗമില്ലാത്ത ആർക്കാണ് അവിടെ? പെരിന്തൽമണ്ണയില് ഓഗസ്റ്റ് 15 നടന്ന ദേശീയ പതാക ഉയർത്തുന്ന സമയത്ത് നടന്നൊരു വേറൊരു ഗാനം നമ്മൾ കേട്ടിരുന്നോ? ഇവരുടെ ആ തക്ബീർ മുഴക്കിക്കൊണ്ടാണ് ഇവര് ഇത് നടത്തിയത്. പെരുന്നാളിനുമുള്ള തക്ബീർ കൂട്ടിച്ചേർക്കുന്നേ ഉള്ളൂ. മുഹമ്മദിന്റെ ഇതാണ്. അപ്പൊ ഇത് അവസാനം ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഇഷ്ടമില്ലാണ്ട് ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾക്ക് താമസിക്കാൻ, നിങ്ങൾ ഹിന്ദു ഇല്ലാത്തിടം, ഇത് ഖുർആന്റെ ഏറ്റവും വലിയൊരു വാക്കാണ്. ഇപ്പൊ ഇവരെപ്പോഴും അത് യുദ്ധ സമയത്തുണ്ടാ. നമ്മൾ എന്തെങ്കിലും തർക്കം ചോദിച്ചാൽ ഈ കാഫറിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം. അത് യുദ്ധ സമയത്ത്, ഏത് യുദ്ധ സമയത്ത് ചോദിച്ചാൽ ആൻസർ ഇല്ല. യഥാർത്ഥത്തില് കാബാജി നേരത്തെ പറഞ്ഞ എനിക്ക് എന്റെ മതം, നിനക്ക് നിന്റെ മതം എന്നൊക്കെ പറഞ്ഞത് മുഹമ്മദിന്റെ ആദ്യ കാലഘട്ടത്തിലാണ്. ഇദ്ദേഹം പാലായനം ചെയ്ത് മദീനയിലേക്ക് ഈ ഗ്രൂപ്പ് ഉണ്ടാകുന്നത് വരെ, ശക്തി ആർജിക്കുന്നത് വരെയാണ് ഈ സോഫ്റ്റ് ഡയലോഗ് ഒക്കെ പറഞ്ഞത്. അത് കഴിഞ്ഞ് മെക്ക വിജയത്തിന് ശേഷം, ഇദ്ദേഹം ഭരണാധികാരി ആയതിനു ശേഷമാണ് പിന്നീട് തലവെട്ട് ശരിക്കും നടന്നത്. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ, അതായത് ഭർത്താവിന്റെയും സഹോദരന്റെയും അച്ഛന്റെയും തല വെട്ടിയിട്ട് അന്ന് തന്നെ അവിടുത്തെ പെണ്ണുങ്ങളെ കൊണ്ടുപോയിട്ട് വ്യഭിചരിച്ച ആൾക്കാരാണ്. ആ സംസ്കാരമാണ്. 21 നമുക്ക് ചിത്രീകരിക്കും. 21 സിനിമയിൽ ഞാൻ ഷൂട്ട് ചെയ്തതിന്റെ പല ഭാഗങ്ങളും തിയേറ്ററിലേക്ക് വന്നിട്ടില്ല. അത് സങ്കടകരമായ അവസ്ഥയാണ്. ഈ 21 ഒരു പെൺകുട്ടി, 14 പേരാണ് അറ്റ് എ ടൈമിൽ റേപ്പ് ചെയ്തത്, 1 by 1 ആയിട്ട്. 18 വയസ്സുള്ള കുട്ടി. ആ 18 വയസ്സുള്ള കുട്ടിയെ റേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരെ സഹോദരന്മാരൊക്കെ ആദ്യം കൊന്നു. അത് കഴിഞ്ഞ് ഈ പെൺകുട്ടിയെ കൊണ്ട് ഇവര് പോയി. അത് പിതാവ് അന്ന് ആ വീട്ടിലുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ആ പിതാവ് വന്നിട്ട് ഈ പെൺകുട്ടിയെ അന്വേഷിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഈ പറയുന്ന ലഹള കഴിഞ്ഞ് ഇവരെല്ലാം അറസ്റ്റ് ചെയ്തിട്ട് ഈ കുട്ടിയെ കൊണ്ടുപോയ തങ്ങൾ ജയിലിൽ കിടക്കുക. ആ തങ്ങളടുത്ത് എത്തിയിട്ട് എന്റെ മകളെവിടെ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞു കൊടുത്തില്ല. അപ്പോഴും പറഞ്ഞു കൊടുത്തില്ല. തൂക്കിലേറ്റുന്നതിന്റെ തലേന്ന് ഈ ജയിലിൽ കിടക്കുന്ന ആള് ചോദിച്ചു, ഒരു മനുഷ്യനല്ലേ, ഒരു അച്ഛനല്ലേ,
അയാൾക്ക് ആ കുട്ടിയെ കണ്ടുകിട്ടാൻ വേണ്ടിയിട്ടില്ല, നിങ്ങൾ നാളെ ഏതായാലും മരിക്കാൻ പോവല്ലേ, അത് പറഞ്ഞു. അപ്പോഴാണ് പറയുന്നത് തലേന്ന്. എന്നിട്ട് ആ കുട്ടിയെ ഇദ്ദേഹം ചെല്ലുമ്പോ 100 മുസ്ലിം വേഷധാരികളായ സ്ത്രീകൾക്കിടയിൽ ഈ 18 വയസ്സുകാരിയ കുട്ടിയുണ്ട്. ഇപ്പോഴും ആ വായിക്കുമ്പോ എന്റെ ആ മനസ്സിലത് ഇങ്ങനെ വരും. അതിനെ വാരിയെടുത്തിട്ട്, ഈ 18 വയസ്സുള്ള കുട്ടിനെ വാരിയെടുത്ത് അച്ഛൻ പുറത്തോട്ട് ഓടുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ഏറ്റവും അതായത് ഇസ്ലാമിക കലാപത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന പോകുന്നത് സ്ത്രീകളാണ്. കാരണം ആണുങ്ങളെ ഒറ്റവെട്ടിന് അവര് തീർക്കും, കൊന്നുകളയും. പക്ഷെ സ്ത്രീകൾ എന്താ ചെയ്യുന്നത്? ഇഞ്ചിഞ്ചിഞ്ചായിട്ട് കൊല്ലും. അത് ഇപ്പം അത് കഴിഞ്ഞിട്ടോ ഇങ്ങനെ, അതായത് യുദ്ധത്തിൽ കീഴടക്കുന്ന സ്ത്രീ അടിമയാണ് ഈ മുസൽമാന്റെ. മുഹമ്മദ് ചെയ്തത് നമ്മൾ വിചാരിക്കും താഴെ വർഗത്തിലുള്ള ആൾക്കാരെയാണ് അടിമകൾ എന്ന് വിളിക്കുന്നത്. ഈ യഹൂദികളായിട്ട് കോടീശ്വരന്മാരായിട്ടുള്ള യഹൂദികളെ വെട്ടിക്കൊന്നിട്ട് ആ യഹൂദിയുടെ മക്കളെയും ഭാര്യമാരെയാണ് അടിമയായിട്ട് ഇവർ കൊണ്ടുവന്ന് ഭോഗിച്ചത്. അപ്പൊ ഇന്നലെ നമ്മൾ കണ്ടുവെക്കൂ, ബംഗ്ലാദേശില് 4 നില ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടുന്ന സ്ത്രീകളെ നമ്മൾ കണ്ടു. നമുക്കത് പുറത്തേക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല, കാരണം അതാണ് അവസ്ഥ. അവിടെ നിന്ന് സ്ത്രീകളുടെ കൂട്ടക്കരച്ചിൽ നമ്മൾ കേട്ടു. ഒരു സ്ത്രീയെ, ഒരു ഹിന്ദു സ്ത്രീയെ കുറെ മുസ്ലിം സ്ത്രീകൾ കൂടി ചേർന്ന് ഉപദ്രവിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പൊ ഇത് തന്നെ പിന്നെ നമ്മൾ ലണ്ടനിലെ കഴിഞ്ഞ ആഴ്ച നമുക്ക് അത്ഭുതം തോന്നുക. ലണ്ടന്റെ തെരുവീതികൾ നാരേ തക്ബീർ, അല്ലാഹു അക്ബർ. ലോകത്തെ മുഴുവൻ കീഴടക്കിയ ബ്രിട്ടൻ, ആ ബ്രിട്ടന്റെ വലിയ വീതിയുള്ള മറ്റേ റോഡുകളിലൂടെ ഫലസ്തീന്റെ ഫ്ലാഗും വെച്ച്, ബ്ലാക്ക് ഫ്ലാഗും വെച്ച് നാരേ തക്ബീർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഒഴുകി പോവുക ജനങ്ങള്. ഓസ്ട്രേലിയ അവരിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല. കാരണം നമ്മൾ പറഞ്ഞില്ല, എങ്ങനെയാണ് അവിടെ ഈ ഭൂരിപക്ഷം എത്തിയത്? പലായനം ചെയ്ത് ഒരു ഗതിയില്ല, പരഗതിയില്ല, ഞങ്ങൾക്ക് ആശ്രയം തരണം എന്ന് പറഞ്ഞ് ആശ്രയം കൊടുത്തവരാണ്. മലബാറിൽ നിന്ന് പ്രത്യേകത, മലബാറിന് ആശ്രയം കൊടുത്തതല്ലേ? മലബാറിൽ ആശ്രയം കൊടുത്തവരല്ലേ? സ്വന്തം അമ്പലം പള്ളിയാക്കാൻ വേണ്ടി അനുവാദം കൊടുത്തവരല്ലേ? ആ സാമൂതിരിയുടെ അവസ്ഥ എന്ത് ചെയ്യുന്ന അവസാനം തീപ്പെട്ട് പോയി എന്നാ പറയുന്നത്. ചരിത്രം ആർക്കും അറിയില്ല എങ്ങനെയാണ് തീപ്പെട്ട് പോയത്. നാളെ നീ മുസൽമാൻ ആയിക്കോ, അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ഇല്ലാണ്ടാക്കുന്നു പറഞ്ഞപ്പോ ഒരു ഗതിയില്ലാതെ എല്ലാ ബന്ധുക്ക് മിത്രാദികളെ ഓടിച്ചു വിട്ടിട്ട് സ്വയം വെടിപ്പുരയ്ക്ക് തീ കൊടുത്ത് മരിക്കുകയാണ് ചെയ്തത് സാമൂതിരി. എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഈ ചരിത്രം? ആരെങ്കിലും പറയാറുണ്ടോ ഈ ചരിത്രം? ഇന്ന് സാമൂതിരി രാജവംശത്തിന് എന്താണ് കോഴിക്കോടുള്ളത്? സ്വന്തമായിട്ട് വീടുണ്ടോ, കൊട്ടാരമുണ്ടോ? ഒന്നുമില്ലല്ലോ. അപ്പോ പാകിസ്ഥാൻ ഉണ്ടാകുന്നതിന് മുന്നേ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലാണ്. ഈ 21 അവരുണ്ടാക്കിയ മാപ്പിള രാജ്യം ഉണ്ടാക്കിയില്ലേ? ഇല്ല, അത് മലയാള രാജ്യം എന്നാ പറഞ്ഞു. അപ്പൊ ഈ ചരിത്രം നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു സങ്കടകരമായ അവസ്ഥ ഇസ്ലാമിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ടിപ്പു സുൽത്താൻ വന്നു, കീഴടക്കി, ഇസ്ലാമിക രാജ്യമാക്കി, മലബാറിനെ മാറ്റി. ആ ഇസ്ലാമിക രാജ്യം പിന്നീട് ബ്രിട്ടീഷുകാർ വന്ന് വീണ്ടും ഹിന്ദുക്കളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. കാരണം അന്ന് ഈ ഹിന്ദുക്കൾ ഓടിപ്പോയി, ടിപ്പുവിന്റെ കാലത്ത് ഓടിപ്പോയി ഒഴിഞ്ഞ തറവാടുകളിലൊക്കെ ആര് കയറിക്കൂടിയിരുന്നു? ഈ മുസ്ലിങ്ങളെ കയറിക്കൂടി. അവര് പ്രമുഖരായി മാറിയിരുന്നു. പിന്നീട് ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അവരെയൊക്കെ അടിച്ചോടിച്ച് രണ്ടാമത് ഹിന്ദുക്കൾ വന്നപ്പോൾ ഉണ്ടാകുന്ന ഒരു ക്രാഷ് അവിടെ ഉണ്ട്. അതായത് 1800 മുതൽ ഉണ്ടായ കലാപത്തിന്റെ ഒക്കെ പിന്നിടുന്ന കുറച്ചു കാലത്തേക്ക് തങ്ങൾ അനുഭവിച്ച സ്വാതന്ത്ര്യം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയപ്പോണ്ടാവുന്ന ഒരു വികാരം ആ വികാരം മദ്രസകളിൽ കൃത്യമായിട്ട് പഠിപ്പിച്ചു. നമ്മള് ബ്രിട്ടീഷുകാരെ രേഖകളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പം വള്ളുവനാട്, ഏറനാട് ഭാഗത്ത് മദ്രസകൾ എങ്ങനെ നടന്നിരുന്നു, എങ്ങനെയാണ് ആയുധങ്ങൾ ശേഖരിച്ചത്, എങ്ങനെയാണ് വാർഡുകൾ ഉണ്ടാക്കിയത്. ഇത് ഈ 21 ചരിത്രത്തിന് മുമ്പ് തന്നെ അവർ രേഖപ്പെടുത്തി വെച്ചതാണ്. ടെലഗ്രാംസ് ആണ് ഇത്. അയച്ചിട്ട് ടെലഗ്രാംസിന്റെ ഇത് നമുക്ക് വായിക്കാൻ കിട്ടും.
ഇത് പിന്നീട് ഉണ്ടാക്കിയതല്ല. നമുക്ക് സംഭവിച്ചതിൽ ഏറ്റവും വലിയ 21-ന്റെ ശേഷിപ്പുകൾ, യഥാർത്ഥ ശേഷിപ്പുകൾ കുറെ ഉണ്ടായിരുന്നു. അത് അവര് ഈ കോൺഗ്രസ് വിവിധ ഘട്ടങ്ങളിൽ 2 ഭരണകൂടവും വന്ന് അത് പതുക്കെ പതുക്കെയായിട്ട് ഓരോ തെളിവുകളും നശിപ്പിച്ച് പരിപൂർണമായി നശിപ്പിച്ചതിന് ശേഷമാണ് പിന്നീട് മാപ്പിള സ്വാതന്ത്ര്യ സമരമാക്കി മാറ്റുന്നത്. അതിനു മുമ്പുണ്ടായിരുന്ന ഏറ്റവും ഞാൻ അന്വേഷിച്ച് ചെന്നപ്പോ നമ്മുടെ കോഴിക്കോട് ഈ കമ്മീഷൻ ഓഫീസിന്റെ മുകളിലായിരുന്നു അന്നത്തെ മാപ്പിള ലഹളക്കാരുടെ വാർഡും ആയുധങ്ങളും സൂക്ഷിച്ചിരുന്നത്. ആ SI എന്നെ വിളിച്ചിരുന്നു. അവസാനം അവിടെ കിടന്ന് എന്ത് പുള്ളിക്ക് ഇത് അറിയില്ലായിരുന്നു ഇത് മാപ്പിള ലഹളയുടെ ആയുധങ്ങളാണെന്ന്. പുള്ളി അത് ആക്രിക്കെടുത്ത് തൂക്കിവിട്ടു. ലഹളക്കാരത്ത് പിടിച്ചെടുത്ത ഇതുകൾ നമ്മുടെ കമ്മീഷൻ ഓഫീസിന്റെ മേലുണ്ടായിരുന്നു. പിന്നീട് ഈ ലഹള വെള്ളം പൂശാൻ വേണ്ടിയിട്ട് ഇടതും വലതും നിന്ന് അതിൽ ഏറ്റവും സങ്കടകരമായ അവസ്ഥ നമുക്ക് ഈ നിലമ്പൂർ കോവിലകത്തിന്റെ ഒക്കെ അവസ്ഥ നമുക്ക് പിന്നീട് നിലമ്പൂർ കോവിലകത്ത് പോയിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, പെർമിഷന്റെ പ്രശ്നം. ആദ്യത്തെ വിരട്ടിൽ നടക്കുന്നത് നിലമ്പൂർ കോവിലകത്തിനകത്താ. 21-ലെ ആദ്യത്തെ കൊലപാതകം നടക്കുന്നത് അവിടെ തന്നെയാണ്. പക്ഷെ ആ കോവിലകം പിന്നീട് ആരുടെ കയ്യിലായി? ആ കോവിലകത്തിന്റെ ഇപ്പൊ നമുക്ക് ആ കോവിലകത്തില് ചരിത്രത്തിൽ എവിടെയെങ്കിലും മാപ്പിളകളെ കുറിച്ച് അവർ പറയുമോ? പറ്റില്ല. കാരണം കമ്മ്യൂണിസം വളർന്ന് കമ്മ്യൂണിസ്റ്റുകാരായി. ഈ പറയുന്ന അന്ന് അനുഭവിച്ച ആളുകളൊക്കെ പിന്നെ ഇവരെന്ത് ചെയ്തു? തിരുത്തി പറയിപ്പിച്ചു. പലപ്പോഴും നമ്മൾ നിന്ന് സംസാരിക്കുമ്പോൾ അതിന് യഥാർത്ഥ ചിത്രം പറയാൻ പറ്റില്ല, ഞങ്ങൾക്കറിയാം, പക്ഷെ ഞങ്ങളത് പറയില്ല. ഇനിയിപ്പോ എന്തിനാ പറഞ്ഞിട്ട് കാര്യം? പലരും പറഞ്ഞു ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്തിനാ കാര്യം? ഓർക്കുന്നില്ല ഇത് പറഞ്ഞാലേ അടുത്ത തലമുറ ഓടാതിരിക്കുള്ളൂ, അനുഭവിക്കാതിരിക്കൂ എന്നുള്ളൊരു ധാരണ ഹിന്ദുവിന്റെ കയ്യിൽ ഇപ്പോഴും ഇല്ല. അറിഞ്ഞവരൊക്കെ മൂടി വെക്കുകയാണ്. നമ്മുടെ ഇവിടെ മുക്കത്ത് തന്നെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അവര് അടുത്ത കാലത്ത് മരിച്ചത്. അന്ന് ഈ തല വെട്ടി ഈ വാളിന് മൂർച്ച കുറയും, ബ്ലഡ് ഉണങ്ങിയിട്ട് അത് ചുരണ്ടി വൃത്തിയാക്കി കൊടുത്തിരുന്ന സ്ത്രീ ഒരു നമ്പൂരി സ്ത്രീയായിരുന്നു. അവര് സുന്ദരിയായതുകൊണ്ട് അവരെ കൊല്ലാതെ കൂടെ കൊണ്ടു നടന്നവര്. ഇത് കഴിയുകയായിരുന്നു ആ സ്ത്രീയുടെ പണി. അപ്പൊ ഇപ്പൊ നമുക്കറിയില്ലായിരുന്നു, എന്റെ ഉമ്മയുടെ കൂടെ ഒരു സാറാമക്ക ഉണ്ടായിരുന്നു. അപ്പൊ അവരിങ്ങനെ ചരിത്രം പറയും, മറ്റേ പട്ടാളം വന്നപ്പോ ഓടി ചരിത്രം. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഈ 47-ലെ ചരിത്രം. പിന്നീടാണ് മനസ്സിലായത് മാപ്പിള ലഹളയാണ് ഈ സ്ത്രീ പറയുന്നത്. മാപ്പിള ലഹളയുടെ ചരിത്രമാണ് പറയുന്നത്. അത് വയനാട് വരെ ഇപ്പൊ നമ്മള് ഗാബാജി പറഞ്ഞാല് വള്ളുവനാട് എറണാകുളമല്ല, വൈത്തിരിയിൽ നടന്നിട്ടുണ്ട്. വടകര വരെ എത്തിയിട്ടുണ്ട്. അതിൽ ഈ കോഴിക്കോട് ചെറിയൊരു ഏരിയ മാത്രമേ നമ്മുടെ താമരശ്ശേരിയിൽ ഒരു കുടുംബം പകുതി ഹിന്ദുവായിട്ടും പകുതി മുസ്ലിമായിട്ടും മാറിപ്പോയിട്ടുണ്ട്. കാരണം വാര്യമുന്നം വരുന്നു എന്ന് കേട്ടപ്പോ തലേന്നെ മതം മാറിയ ആൾക്കാരുണ്ട്. വരുന്നത് കേട്ടപ്പോൾ ഒരു കുടുംബത്തില് പകുതി ആൾക്കാർ മുസ്ലിമായി, കാരണം കൊല്ലപ്പെടുന്നല്ലോ. അത് നമുക്ക് ചരിത്രത്തിൽ വളരെ ദുഃഖകരമായിട്ട് അതില് മേനോൻ എന്ന് പറഞ്ഞ കഥാപാത്രം പള്ളിക്ക് വേണ്ടി സ്ഥലം കൊടുത്ത്, പള്ളിക്ക് വേണ്ടി പണം കൊടുത്ത്, എല്ലാം കൊടുത്തിട്ട് ഈ ലഹള തുടങ്ങിയപ്പോ മേനോന്റെ സുഹൃത്താണ് പള്ളിയിലെ കാലിയെ വിളിക്കാൻ ചെന്നപ്പോ കാലി പറഞ്ഞെന്താ കാര്യം മേനോൻ അന്ന് മേനോനെ വിളിച്ചോണ്ടിരുന്നത് സായിബേന്നാ, തങ്ങളെന്ന് വിളിച്ചോണ്ടിരുന്ന. ആ മേനോനോട് പറഞ്ഞ് നിങ്ങളിപ്പോ ഇതുവരെ ഹിന്ദുവായിട്ട് തങ്ങളല്ലേ, ഇനി മുസ്ലിം ആയിട്ടുള്ള തങ്ങളായിക്കോ, സംഗതി മുട്ട മുറിക്കുകയാണെങ്കിൽ നിങ്ങളെ രക്ഷപ്പെടുത്താം, അല്ലെങ്കിൽ രക്ഷപ്പെടുത്തില്ല. സുന്നത്ത് ചെയ്യണം, മുട്ട മുറിക്കണം. അപ്പൊ ആ മേനോന്റെ ദുഃഖം നമ്മൾക്ക് കാണുന്നുണ്ട്. അതേപോലെ കോഴിക്കോട് ഓരോ ദിവസത്തെ വാർത്തയും ഡയറിയിൽ എഴുതി വെച്ച് ഡയറി കുറിപ്പുണ്ടായിരുന്നു. ഓരോ ദിവസത്തെയും ഈ കൊലയുടെ രീതിയും കാര്യങ്ങളും. അപ്പൊ നമുക്ക് 21-ന്റെ ക്രൂരതകളിലേക്ക് ഇന്നും പൂർണ്ണമായിട്ട് ആരും പോയിട്ടില്ല. മാധവൻ നായർ പോലും പോയിട്ടില്ല. കാരണം മാധവൻ നായരും പലപ്പോഴും എന്താണ് പറയുന്നത്, പലതും മറച്ചു വെച്ചുകൊണ്ടാണ്, അറിയാതെ വീണു പോകുന്ന ചില സംഗതികളാണ് മാധവൻ നായർ വീണുപോയത്. മാധവൻ നായരും കുറെ
നമ്മൾ ഈ കണ്ട ക്രൂരതകളൊന്നുമല്ല. ശരിക്ക് അനുഭവിച്ച മനുഷ്യരുടെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ല. അത് ശരിക്ക് ആ അനുഭവത്തിലെ അവരുടെ പരമ്പരയിലൂടെ കടന്നു പോകണം. ആ പരമ്പരയ്ക്ക് ഇന്നും അറിയാം. ഭയം കൊണ്ട് മിണ്ടാതിരിക്കുന്നു. ഇപ്പൊ നമ്മള് ഇവരുടെ ശക്തി എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ ഇവിടെ ഈ സിനിമ ഉണ്ടാക്കി BJP ഭരിക്കുന്നു. അത് ബോംബെ ചെന്നപ്പോ ഇത് സെൻസർ ചെയ്യാൻ വേണ്ടി 5 സ്ത്രീകൾ, മുസ്ലിം സ്ത്രീകളാവും. ബോംബെയിൽ 5 മുസ്ലിം സ്ത്രീകൾ. അവർക്കിതൊന്നും അറിയില്ല, ഭാഷയൊന്നും അറിയില്ല, മലയാളം മൂവിയല്ലേ. എന്നിട്ട് പറഞ്ഞിട്ട് ഇത് അവര് പടം കഴിഞ്ഞ് വന്നിട്ട് ഉടനെ എൻ്റെ അടുത്ത് ഇത് എന്താണ് ദീനിനെതിരാണ്, ഇതിൽ പറയുന്ന കാര്യങ്ങള് നാരേ തക്ബീർ അല്ലാഹു അക്ബർ മുഴുവൻ കട്ട് ചെയ്യണം എന്നാ പറഞ്ഞത്. ഇത് നാരേ തക്ബീർ അല്ലാഹു അക്ബർ ഞാൻ പറഞ്ഞു ഇപ്പോഴും വിളിക്കുന്നുണ്ടല്ലോ, ഇപ്പോഴും വിളിക്കുന്ന മുദ്രകളൊക്കെ ഇല്ലേ നാലൊക്കെയോ, അത് മുഴുവൻ മുറിച്ച് മാറ്റണം എന്നാ പറഞ്ഞത്. ആ രീതിയിൽ പിന്നെ അവിടെ ഈ സെൻസർ ഓഫീസർ, ഈ ചെയർമാൻ നേരെ എൻ്റെ അടുത്ത് പറയുന്നതെന്നറിയോ, ഇത് കാർഷിക ലഹളയാണ്, എനിക്കറിയാം ഇത് കാർഷിക ലഹളയാണ് എന്ന് വ്യക്തമായി ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പം പിന്നീട് ഞാൻ ആ ചെയർമാൻ, ഇപ്പോഴത്തെ ചെയർമാൻ തന്നെ, പിന്നീട് മനസ്സിലാക്കിയപ്പോ അദ്ദേഹം നല്ല പഴയ നക്സലൈറ്റാ, അർബൻ നക്സലാണ് അദ്ദേഹം. നമുക്കുള്ളൊരു ഗതികേട് അങ്ങനെയുണ്ട്. ഇപ്പൊ നമുക്ക് കാബാജിക്കൊക്കെ അറിയാം, ഭാരതത്തിന്റെ എന്താണ് യഥാർത്ഥ ചരിത്രം പുറത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ മെനക്കെട്ടത് ഈ കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇന്നും നമ്മളിപ്പോ 10 വർഷം മോദിജി കംപ്ലീറ്റ് ചെയ്തിട്ടും നമ്മുടെ സാംസ്കാരിക രംഗത്തോ മറ്റു രംഗത്തോ ഇന്നും ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്നും ഈ പറയുന്ന ആളുകളുടെ കയ്യിലാണ് നിലനിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു ഡോക്യുമെന്റേഷൻ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ചരിത്രം പറയുകയാണെങ്കിൽ, ആ ചരിത്രത്തെ ഇപ്പോഴും കിടക്കുന്നത് നമ്മുടെ സെൻട്രൽ സിലബസിൽ ഇത് കാർഷിക ലഹളയായിട്ടാണ്. കഴിഞ്ഞ വർഷവും ഇപ്പൊ മാറ്റിയത് എനിക്കറിയില്ല. കഴിഞ്ഞ വർഷവും 1921 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കാർഷിക ലഹളയായിട്ടാണ് പ്രസന്റ് റയോട്ട് എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. എനിക്കൊരാൾ അയച്ചു തന്നു, നിങ്ങളൊക്കെ എന്തിനാണ് ഈ സിനിമ ചെയ്യുന്നത്? ഇപ്പോഴും അതാണ് ഈ ചരിത്രം പഠിക്കുന്ന കുട്ടികളെ പഠിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഉണ്ടായി, 21 നമ്മൾ ആ സിനിമ ഉണ്ടാക്കിയപ്പോ ലോകം മുഴുവൻ ഇത് ചർച്ചയാവുകയും ഇതിന്റെ യഥാർത്ഥ വസ്തുത നിരന്തരം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. എല്ലാ പുസ്തകങ്ങളും PDF ഫോർമാറ്റ് ജനങ്ങൾ ഇത് മുഴുവൻ സ്പ്രിന്റ് ചെയ്തു. ഇന്നിപ്പോ വാര്യംകുന്നനെ കുറിച്ച് കേൾക്കാറുണ്ടോ വൈജു? അത് നിന്നുപോയി. നമുക്ക് ചെയ്യാൻ വാര്യംകുന്നന്റെ 2ാമത്തെ സ്മാരകം വരുന്നത് എന്റെ തറവാടിന്റെ അവിടുന്ന് 5.25 കിലോമീറ്റർ. ഞാൻ ഒരു തവണ 6 കിലോമീറ്റർ എന്ന് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞ സമയത്ത് അതിന്റെ അടിയിൽ ഒരു കമന്റ്, ഒരു ജിഹാദി വന്ന് പറഞ്ഞത്, ബൈജു 6 കിലോമീറ്റർ ഇല്ല 5.78 അങ്ങനെ ഒരു കണക്ക് പറഞ്ഞു തന്ന അവർക്ക് കൃത്യമായിട്ട് നമ്മുടെ വീട് അറിയാന്നുള്ളതാണ് വ്യക്താക്കുന്നത്. അയാളുടെ ഇവിടെ സജീവാണ് സർ, മലപ്പുറം ജില്ലയിൽ സജീവാണ്. അതെ, പക്ഷെ സജീവാണെങ്കിലും ഇയാളെ ഈ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത് മുഴുവൻ ഇല്ലാണ്ടായി. 6 പാക്ക് വാര്യംകുന്നനെ കൊണ്ടുവന്നു. ഇതൊന്നും ഏറ്റില്ല ജനങ്ങൾ. ഇപ്പൊ അവർക്കിടയിലും മാത്രമേ ഉള്ളൂ വാര്യംകുന്നന്റെ പ്രസക്തി. ലോകത്ത് മറ്റോ അങ്ങനെയല്ല, ഹിന്ദുക്കൾക്കിടയിലും ഈ വാര്യംകുന്നൻ എന്തോ മഹാസംഭവമാണെന്ന് നമ്മുടെ കുട്ടികളും ധരിച്ചു വെച്ചിരുന്നു. പക്ഷെ സാറിന്റെ അതുപോലെ കാബാ സുരേന്ദ്രൻജിയുടെ, ജാമിദ ടീച്ചറുടെ, അങ്ങനെ ഒട്ടേറെ ആളുകൾ, ആരിഫ് ഹുസൈൻ, അങ്ങനെ ഒരുപാട് നിരയുണ്ട്. ഇവരുടെയൊക്കെ സംഭാവന ചെറുതല്ല സർ. അല്ല, ഇത് തന്നെ അതായത് ഇത് നമ്മളെ ഇത് വരുമ്പോ ഇത് മൊത്തത്തിൽ ചർച്ചയായി നമ്മുടെ ബ്രൈറ്റിന്റെ ലേഖനങ്ങള്, മനോജ് ബ്രൈറ്റിന്റെ ലേഖനങ്ങള്, പിന്നെ ജാമിദ ടീച്ചറൊന്നും പറയണ്ട, കാരണം ഇസ്ലാമിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയ ജാഹിലിയ ടീമാണ്. അപ്പൊ അത് ഇപ്പൊ ഞാനിപ്പോ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മളാരും ചെയ്യാണ്ട് ഇസ്ലാം തന്നെ ഇസ്ലാമിനെ ഇല്ലാണ്ടാക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജാമിദ, ജബ്ബാർ, പിന്നെ ആരിഫ് ഹുസൈന്, ലിയാഖത്ത് അലി, ഇങ്ങനെ മുസ്ലിം നാമധാരികൾ തന്നെ. ഞാൻ പിന്നെ രാമസുഖനായതുകൊണ്ട് കുറച്ചൊരു ഇളവെനിക്കുണ്ട്. അപ്പൊ
ഒരു കണക്കിന് ഈ ജാഹിലിയ കാലഘട്ടവും പിന്നീട് മുഹമ്മദിന്റെ എന്താണ് ആദ്യ കാലഘട്ടം, പിന്നീട് ഞാൻ പറഞ്ഞ ഈ എന്താണ് മെക്ക വിജയത്തിന് ശേഷമുള്ള കാലഘട്ടം, ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഈ പറയുന്ന എന്താണ് ജിഹാദിന്റെ എന്താണ് ജിഹാദ് എന്ന് വ്യക്തമാക്കാനും ഇപ്പൊ കുറെ ആളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ കാബയ്ക്കൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. കാബയ്ക്കൊന്നും ഒരു മുഹമ്മദ് എന്ന നാമം എടുത്ത് പറയാൻ പറ്റില്ല. എനിക്ക് പറയാൻ പറ്റും, ജാമ്യത്തിച്ചൊക്കെ പറയാൻ പറ്റും. ഞങ്ങള് അന്ന് വന്ന മറ്റൊന്നിന് നേരെ വിരോധമായി, ഒരു മതവിദ്വേഷമായി, മതത്തെ ചോദ്യം ചെയ്തതായി. ഇപ്പൊ എനിക്ക് ഞാൻ അനുഭവിച്ചു വന്ന റൂട്ടിൽ എനിക്ക് പറയാൻ പറ്റും, ജാമ്യ ടീച്ചർക്ക് പറയാൻ പറ്റും, അവർ എക്സ് മുസ്ലിമോ അതല്ലെങ്കിൽ ഇപ്പൊ നിരീശ്വരവാദി എന്ന നിലയിൽ പറയാൻ പറ്റും. പക്ഷെ കാബാജിക്കോ ഒരു സംഘപ്രസ്ഥാനത്തിനോ അതല്ലെങ്കിൽ BJP പ്രസ്ഥാനത്തിനോ അങ്ങനെ പറയാൻ പറ്റില്ല. പരിമിതികളുണ്ട്. ആ പരിമിതികൾക്ക് ഉള്ളിൽ നിന്നിട്ടേ ഒരു ഹിന്ദുവിന് പറയാൻ പറ്റൂ. പക്ഷെ ഞങ്ങൾക്ക് ജിഹാദിന്റെ സ്വഭാവം അറിയുന്നുണ്ട്. ഇടത്തുനിന്ന് വലത്തോട്ടും വലത്തുനിന്ന് ഇടത്തോട്ടും വെട്ടിക്കോ കണ്ടെടുത്ത് വെച്ച് കൊന്നോ ഒരിക്കലും ഇവരെ സൗഹൃദത്തിൽ കൊണ്ടു നടക്കരുത്. അപ്പോ അതിന്റെയൊക്കെ അത് യുദ്ധ സമയത്താണ്, മറ്റേ സമയത്താണ്, മറിച്ച സമയത്ത് ആ അവസരത്തില്ല. ഇതൊക്കെ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ കാലഘട്ടത്തിൽ. അപ്പൊ ഇനി എത്ര സ്മാരകങ്ങൾ വന്നാലും, ഇപ്പൊ അവിടെ പൂക്കോട്ടൂർ സ്മാരകമുണ്ട്. ഈ പൂക്കോട്ടൂർ സ്മാരകം എന്തായിരുന്നു പൂക്കോട്ടൂർ എന്ന് ഇപ്പൊ കൂട്ടുകാർക്ക് അറിയാം. ഈ ബ്രിട്ടീഷുകാരുടെ വിഷയങ്ങളിന്റെ മുമ്പിൽ പോയിട്ട് എന്താണ് ഓല തോക്കിന്റെ അകത്ത് വരുന്ന ഉണ്ട വെള്ളമായി പോകും, പനിയായി പോകും, തങ്ങന്മാരുടെ പോലീശ കൊണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മനുഷ്യനെ കൊണ്ട് ഇറക്കിയത്. ഇന്നും അങ്ങനെ ഇറക്കുന്നത്. 72 പെണ്ണുങ്ങളെ കിട്ടുന്ന പറഞ്ഞ ഇറക്കുന്നത്. ഇന്നും ഒറ്റപ്പണി നടക്കൂല. ഇത് പനിയായി പോകും, വെള്ളമായി പോകും, ഓല ഉണ്ടൊക്കെ തങ്ങന്മാരി താങ്ങിക്കോളും എന്ന് പറയുന്നതാണ് ഇന്ന് നടക്കൂല. പക്ഷെ ഇന്ന് ഈ 72 എന്നുള്ളത് ഇന്നും നടക്കും. കാരണം ആ വിഭാഗത്തിന് അതിനോട് എന്തോ വലിയ പ്രിയമാണ്. ലോകത്ത് വേറൊന്നും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കലാപങ്ങളിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നതും സ്ത്രീകളാണ്. ഇവിടെ നിന്നുള്ളതിന് മാക്സിമം എടുക്കുക, എന്നിട്ട് ബാക്കി 72 അവിടെ കിട്ടും. അത് നമ്മൾ ബംഗ്ലാദേശിൽ കണ്ട. നമ്മള് 21 എന്നോട് ചോദിക്കുകയാണ് ഇനിയും ആവർത്തിക്കുമെന്ന് ചോദിച്ചാൽ ഇനിയും ആവർത്തിക്കാനുള്ള സാധ്യതകളുണ്ട്. കാബാജി, എനിക്ക് അങ്ങനെ തോന്നുന്നത്. ഇവരുടെ പോക്ക് കണ്ടിട്ട് അങ്ങനെ തന്നെയാണ് പോകുന്നത്. പിന്നെ ഇതിലൊരു ഒരു എവിടെയാണോ ഇവറ്റകൾ കൂട്ടം കൂടുകയും പെറ്റുവരികയും ചെയ്യുന്നത് അവിടെ മാത്രമേ കലാപം ഉണ്ടായിട്ടുള്ളൂ. ഇവര് ന്യൂനപക്ഷമായി നിൽക്കുന്ന എവിടെയെങ്കിലും ലോകത്ത് കലാപം ഉണ്ടായിട്ടുണ്ടോ? എന്നാണോ ഇവര് ഒരു 30% കിടക്കുന്നത്, ആ 30% കിടക്കുമ്പോ ഇപ്പോഴും ന്യായമുണ്ട്. എല്ലാവരും പറഞ്ഞു എല്ലാ മുസ്ലിങ്ങളും അങ്ങനെയാണ്. ഒരു തിരുത്തുണ്ട്. ഫ്രാൻസിൽ ഭൂരിപക്ഷം ഇല്ല, ലണ്ടനിൽ ഭൂരിപക്ഷം ഇല്ല, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒന്നും കുറച്ചാണെങ്കിൽ ന്യൂനപക്ഷം പറഞ്ഞ്. പക്ഷെ അവിടെ എന്തറിയോ ടീച്ചറെ, അവിടെ ഇവര് ഒരുമിച്ച് ഒരു സ്ഥലത്താണ്, കോൺസെൻട്രേറ്റഡ് ആണ്. അമേരിക്കയിൽ ഇവർക്കൊരു നഗരം തന്നെയുണ്ട്. അങ്ങനെ ഇപ്പൊ എന്താണ് സാധാരണ ചെയ്യുന്നത്? ഇപ്പൊ ടീച്ചർക്ക് അറിയാലോ, ഒരു ഹിന്ദു ഭൂരിപക്ഷ പ്രദേശത്ത് ഒരു മുസ്ലിം വരും, അവൻ അവിടെ താമസിക്കും. പിന്നെ അടുത്ത അയാളെ ബന്ധു എന്ന് അവിടെ താമസിക്കും. 2, 3, 4 കുടുംബം ആയിക്കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? അവിടെ ഒരു പള്ളി വരും. സംശയമില്ലല്ലോ. ഉറക്ക ബാങ്ക് വിളിക്കും. പിന്നെ അവിടെ കൂട്ടായ്മ. ഇപ്പൊ നമുക്കറിയാം, എന്റെ ഭാര്യ വീട് രാജക്കാടാണ്. ഞാൻ എന്റെ ഭാര്യ കല്യാണം കഴിച്ച ആ സമയത്ത് പോകുമ്പോൾ ഈ അടിമാലി എന്ന് പറയുന്ന സ്ഥലം ക്രിസ്ത്യാനികൾ മാത്രമാണ്. ഇന്ന് അടിമാലിയിൽ ക്രിസ്ത്യാനികളില്ല. ഈരാറ്റുപേട്ട ക്രിസ്ത്യൻ മേഖലയാണ് അല്ലേ? ഈരാറ്റുപേട്ടയിൽ എന്താ സംഭവിച്ചത്? ഇതെങ്ങനെ ക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ എന്താ പറഞ്ഞത്? ഇനി ഞങ്ങൾ ഭരിക്കും, നിങ്ങൾ പോകണമെന്ന് പറഞ്ഞു. നമ്മൾ കണ്ടുകൊണ്ടിരിക്കില്ലേ? അവിടെ ഒരു പള്ളിയിലച്ഛനെ ഞങ്ങൾ മെജോറിറ്റി ആയി എന്നാ പറഞ്ഞത് സാർ. നിർമ്മല കോളേജിൽ ഞങ്ങൾ മെജോറിറ്റി ആയി എന്നാ കുട്ടികളാ പറഞ്ഞു. അത് അതേപോലെ അവിടേക്ക് പരസ്യമായിട്ട് ഗുണ്ടകളെ കൊണ്ടുവന്നത് അജ്മി പുട്ടുപൊടിക്കാരാണ്. അജ്മി വളർത്തുന്നത് എങ്ങനെയെന്നുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പൊ ഇവിടെ നമ്മുടെ നാട്ടിലൊന്നും വേറെ പുട്ടുപൊടി കിട്ടൂല. ഇവിടെയും കിട്ടൂല, കോഴിക്കോടും കിട്ടൂല. കാരണം
ഇവിടെ അപ്പൊ ഞാൻ സ്ഥിരമായി എന്റെ തൊട്ടടുത്തൊരു കടയിൽ ഞാൻ വാങ്ങി കൊടുക്കുന്നത്. അപ്പൊ ഞങ്ങള് ആ കുട്ടുപൊടി ഇല്ല കേട്ടോ, എന്തേ അത് ഇവിടെ കൊണ്ടുവച്ച് ചെലവാകുന്നില്ലെന്ന്. എല്ലാരും മറ്റേതാ കൊണ്ടുവന്ന്, ഭൂരിപക്ഷം അവരാണ്. അപ്പൊ നമ്മളെ കുട്ടുകൂടി പോയി. കോഴിക്കോട് നിങ്ങളുടെയൊക്കെ തലയിൽ 1000 ഏക്കറിൽ വരുന്നുണ്ടല്ലോ ഒരു വലിയൊരു സാമ്രാജ്യം. എന്താണ് സാർ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് നമ്മൾ പറയുന്നത് 1000 ഏക്കറിൽ വരുന്ന നോളജ് സിറ്റി. ആ നോളജ് സിറ്റി എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് സർക്കാരിന്റെ ഭൂമി ആരും ചോദിക്കാനില്ല. അതില് ഒരു സംഘപ്രവർത്തനാണ് അതിന്റെ കേസിൽ ഇതിലൊക്കെ പോയി അവസാനം അദ്ദേഹം ഇവിടെ വന്ന് കരയുന്നത് കണ്ടു. ഒരാളും കൂടെ നിന്നില്ല. നമുക്കുള്ളൊരു ഭയം അതാണ്. കാരണം ഇതിന്റെ കൂടെ ഭരണകൂടവും നിലനിൽക്കുന്നു. ഇപ്പൊ പശ്ചിമ ബംഗാളിൽ സംഭവിക്കുന്നതാണ്. ദീദി അവർക്കൊപ്പമാണ്, പോലീസ് അവർക്കൊപ്പമാണ്. ഈ കലാപത്തിന് ഭരണകൂടവും കൂടി ഒത്തുചേരുമ്പോണ്ടാവുന്ന വിപത്ത് എന്തായിരിക്കും? ഒരു ദിവസം കണ്ണടച്ചിരുന്നാൽ മതി. അതല്ലേ പറഞ്ഞത്. നീ ഇന്ത്യയിലെ പോലീസും പട്ടാളവും 1 മണിക്കൂർ കണ്ണടച്ചിരുന്നാൽ തീർക്കാവുന്നതേ ഉള്ളൂ ഞങ്ങളുടെ പ്രശ്നം. അത് നമ്മൾ ലാസ്റ്റ് കണ്ടത് ബംഗ്ലാദേശിലാണ്. അപ്പൊ ആ ബംഗ്ലാദേശിലെ ഇന്ന് അനുഭവിക്കുന്ന ഹൈന്ദവന്റെ അവസ്ഥ ആണ് ശരിക്കും 21 ഈ മലബാറിൽ ഹൈന്ദവൻ അനുഭവിച്ചത്. ആ ചിത്രങ്ങൾ എനിക്ക് സത്യം എന്റെ കണ്ണിന് പോകുന്നില്ല. ആ 2 ഡെഡ് ബോഡീസ് ഇങ്ങനെ തൂങ്ങി ആടുന്നത്. അന്ന് ഇവിടെ നിന്ന് മുക്കം വരെയുള്ള അന്ന് ഈ ട്രാക്ക് ഇത് പോകുന്ന വഴിയാണ്, കാളവണ്ടി പോകുന്ന വഴിയാണ്. അതിൽ പോലീസുകാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, കാളവണ്ടി പോകുന്ന വഴിക്ക് ഇങ്ങനെ മൃതശരീരങ്ങൾ തൂങ്ങി ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചിലത് ജീവനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഒരേ ചിത്രമാണ്. നമ്മള് 6-ാം നൂറ്റാണ്ട് മുതൽ ഈ പറയുന്ന ലാസ്റ്റ് നമ്മൾ കഴിഞ്ഞ ആഴ്ച വരെ കണ്ട ചിത്രങ്ങൾക്ക് ഒരേ രൂപവും ഒരേ ഭാവവുമാണ്. അതുകൊണ്ട് 21 എന്നുള്ളത് ഒരു താൽക്കാലിക പ്രതിഭാസമല്ല, തുടർന്നുകൊണ്ടേയിരിക്കുന്ന പ്രതിഭാസമാണ്.